എൻ്റെ പൊന്നു കണ്ടോ കൊണ്ടുവന്നതാണ് കേട്ടോ. എന്താന്ന് മനസ്സിലായോ? ബാലവാടി തൊപ്മാവ് ചേർത്ത കടല കഴിക്കാൻ നല്ല ഇഷ്ടമാണ് നമുക്ക്. നിലക്കടല നമ്മൾ കഴിച്ചു ചേച്ചോ. ചായക്കോ കഴിച്ചോളൂ. ഇപ്പൊ വരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് തരും കേട്ടോ. നല്ലൊരു ഉറക്കം കഴിഞ്ഞേ. നല്ല ഉറക്കം പറഞ്ഞു വെച്ചാൽ മഴേനേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പം മഴ കുറച്ച് ഉലുവടണ്ട കേട്ടോ ചായയിൽ. ഈ ഉലുവ നോക്കണപ്പോഴേ ഉലുവടണ്ടാ പറയല്ലേ ചേട്ടാ. ഉലുവച്ചായ നല്ലതാ, കർക്കിടകല്ലേ. ഉലുവക്കഞ്ഞി കുടിക്കുന്ന പോലെ ഉലുവച്ചായ നല്ലതാണ്. ഉലുവച്ചായ വെച്ചാലോ? പിന്നെന്താ, ഉലുവയും കൊണ്ട് ചായയാണ് നന്നാവും ചിലപ്പോ. സൂര്യ കർക്കിടകല്ലേ. ഉലുവയുടെ ഇതെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പല്ലേ അത് ചിലവർക്കേ പിടിക്കുള്ളൂ. എനിക്കിഷ്ടമല്ല. എനിക്ക് ഈ ഉലുവയുടെ ഒരു ചൊയ വരില്ലേ. എൻ്റെ അമ്മ എന്താ ചെയ്ത് ചെറുപയറിട്ടാൽ എനിക്ക് ഇഷ്ടമല്ല. സൂചി ഗോതമ്പ് അത് ഞാൻ കാണിച്ചു തരാം. സൂചി ഗോതമ്പ്, ഉലുവ, ചെറുപയർ, എന്നിട്ട് കഞ്ഞി വെക്കുക. എന്നിട്ട് കഞ്ഞി വെച്ചിട്ട് അതിൽ തേങ്ങ ചിരവിടുക, കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് കഴിക്കുക. അങ്ങനെ ഒരു കഞ്ഞി വയ്ക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മട്ടരിയിൽ ഉലുവട്ടിട്ട് അപ്പോഴും ചെറുപയറിട്ടിട്ട് അങ്ങനെയും കഞ്ഞി വയ്ക്കും. എന്താ പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ ഉലുവ കടിക്കുമ്പോഴല്ലേ ക്ലിക്കനൊരു മഴ പെയ്യാൻ തുടങ്ങിട്ടോ. രാവിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പുതിയൊരു എന്താ ഇങ്ങനെ പറയാ തുടക്കം, ഒരു ചെറിയൊരു തുണിയുടെ ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. അപ്പം അതിൽ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുകന്യെ, അതെന്താണ് കുഞ്ചൂസ് ഫാഷൻ എന്ന് പേരിട്ടത്? കണ്ടോ? അല്ല, മനസ്സിലായില്ലേ? ഞങ്ങളുടെ ചാനലിൻ്റെ പേര് കുഞ്ചൂസ് എന്നല്ലേ, അതും കൊണ്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. അത് കിച്ചൂനെ ഇവിടുത്തെ അമ്മ വിളിച്ചിരുന്ന പേരാണ് കുഞ്ചു എന്നുള്ളത്. നമ്മളെല്ലാവരും കിച്ചൂട്ടിനെ കിച്ചു എന്നാണ് വിളിക്കുക. പിന്നെ കുഞ്ഞൻ്റെ പേര് കുഞ്ഞു, കുഞ്ഞുണ്ണിയുടെ പേര് കണ്ടില്ലേ കുഞ്ഞുണ്ണി, ഇതിൽ പൊന്നൂസ്. അപ്പം നമ്മൾ ഈ കാർഡുകൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു എങ്ങനെ പറയുക, അതാ ഇത്രയും കാർഡ്, ഇതിൽ എത്ര 1500 കാർഡിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്നാൽ വേറെ കാർഡ് എടുക്കുക വെച്ചാൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തുടക്കം. കാരണം ഞങ്ങൾ ഇത് വീഡിയോ തുടങ്ങിയപ്പോൾ മുതലേ ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ എങ്ങനെയെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഉള്ളൊരു കാര്യമായിരുന്നു. ഈ പേരിൽ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ സുകന്യക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുകന്യയുടെ സാധനങ്ങൾ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. സുകന്യക്കൊരു ചാനൽ തുടങ്ങുക, സുകന്യക്കൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിക്കൂടെ ചെയ്യുക, അതൊക്കെ തന്നെയാണ് നമ്മൾ അവർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇതിപ്പോൾ നമ്മുടെ നിർബന്ധത്തിന് തുടങ്ങി, നമ്മുടെ നിർബന്ധത്തിൽ അത് ചെയ്യാണ്. അപ്പോൾ അതിനിപ്പോൾ ആദ്യം ഒരു ചാനൽ തുടങ്ങി ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരുമില്ല. നമ്മൾ തന്നെ അതിലും തുടങ്ങിയിട്ട് ഇതൊക്കെ തന്നെ നമ്മളും ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 2-3 ചാനൽ ഒപ്പം കൊണ്ടുപോലും എന്തായാലും നടക്കില്ല. അപ്പൊ നമുക്കുള്ള കൂടെ കാര്യങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഉണ്ട്. ഉള്ളത് കൂടെ ആ കാര്യങ്ങൾ നടക്കാനുള്ള സൗകര്യം ഇപ്പോൾ നമ്മുടെ എന്റെ നിന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുകന്യയുടെ അങ്ങനെ എന്റെ നിന്റെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്റെ നിന്റെ നോക്കിട്ടിരുന്ന പോലെ നമ്മൾ എന്തിനാ കുടുംബമായിട്ട് കഴിയണത്? ഒരു കുടുംബമായിട്ട് കഴിയണത്. നമ്മളിപ്പോ സുകന്യ വന്ന് ഈ അടുക്കളയിൽ വന്ന് ചായ വെക്കണം, നീ പോയി അവിടെ പോയിട്ട് ഭക്ഷണം വെക്കണം, ഇത് നമ്മളെല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കും. എന്തിനാണ് അങ്ങനെ? ഈ കുറ്റം പറയുന്നവർക്ക് ഏത് രീതിക്ക് ടീച്ചറെ കുട്ടിയുടെ പേര് എന്തിനാണ് സുകന്യയുടെ ഇതിലിട്ടത്? അത് സുകന്യാന്നും പ്രസീന്നുള്ള വ്യത്യാസം ഈ കുടുംബത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, അവളുടെയും കൂടി കുട്ടിയല്ലേ എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിൽ പൊന്നൂസിന്റെ പേരിട്ടോടെ അല്ലെങ്കിൽ സുകന്യയുടെ പേരിട്ടോടെ എന്ന് പറയുമ്പോ പറയട്ടെ, നമ്മള് അങ്ങനെ അല്ല. നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഈ കാണിക്കുന്നവർക്ക്, ഏത് കമന്റിൽ കാണിക്കുന്നവർക്കേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ കുടുംബം ഇങ്ങനെയല്ല, ഈ കുടുംബം ഇങ്ങനെ പോവില്ല. എന്റെ നിന്റെ എന്ന് പറഞ്ഞ് നിൽക്കണെന്ന് പറഞ്ഞാൽ ഈ കുടുംബം ഇങ്ങനെ കുറ്റം പറയാനുള്ളത് കാണൂല. അവർക്ക് അവരെ, നമുക്ക് നമ്മുടെ. അതിൽ പിന്നെ പ്രത്യേകിച്ച് രണ്ടുപേരെയും വെച്ചൊരു കുറ്റം പറയാൻ അതിലില്ല. നമുക്ക് നമ്മുടെ കുടുംബമാണത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്താണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
അതാണ് അതിൽ കാര്യം. സുകന്യക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സുകന്യല്ലേ, സുകന്യ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് സുകന്യയുടെ മാത്രമായി. ഇത് സുകന്യയുടെ ഒരു കാര്യം നടക്കുകയാണ്. നമ്മൾ അതിന്റെ കൂടെ നമ്മളെ പറ്റും പോലെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെട്ട് മുന്നിൽ. അനിയന്റെ അടുത്ത് ഞങ്ങള് ഫസ്റ്റ് പറഞ്ഞതാണ് എന്താന്നറിയോ, എന്താ ഒരു സുകന്യ അനിയനൊക്കെ വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിക്കോ പറഞ്ഞ കാര്യം സുകന്യ കേൾക്കച്ചില്ലല്ലേ. അപ്പൊ സുകന്യയുടെ എന്താ എന്റെ അനിയൻ എന്താ പറഞ്ഞറിയോ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ഒരു വീഡിയോ 2 വീഡിയോ ഇട്ട പോരല്ലോ. സുകന്യക്ക് പറഞ്ഞപ്പോ സുകന്യ എനിക്കൊന്നും വയ്യ, ഞാൻ ഈ ചാനലിൽ വേണമെങ്കിൽ വരിക എന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം. ഇതാ സുകന്യ കേക്കച്ചിലാണ് പറയുന്നത്. ഈ പറഞ്ഞില്ലേ സുകന്യനെ ഒരു വീഡിയോ എടുക്കും 2 വീഡിയോ എടുക്കും പോലില്ല. ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോ എല്ലാ ദിവസങ്ങളിലും വീഡിയോ വേണം. എങ്ങനെ എടുക്കും? ആരെടുക്കും? എനിക്ക് ഉപ്മാവ് തന്നിട്ട് അവൻ എന്താ ചെയ്യുന്ന നോക്കിയത് നമ്മുടെ പൊന്നശേ അച്ചിപ്പ അതല്ല ഇതിനുണ്ടേ, അവനെ തിന്നണേ, അതന്നെ പറയണേ. അവന്റെ ഉപ്പാവ് അവന് വേണ്ട. ഏട്ടാ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, ഇവിടെ പൊന്നൂസൊക്കെ പേരും ഷർട്ടൊക്കെ എടുത്ത് മോഡലായിട്ട് നിക്കണ ഒരു ഫോട്ടോ അവന്റെ ഒക്കെ ഡ്രസ്സിന്റെ. എനിക്ക് വയ്യ, ഞാനതൊക്കെ ആലോചിക്കുമ്പോ അങ്ങോട്ട് ചിരി വരുന്നു എനിക്ക് അല്ലേ. ഓരോ കുട്ടികൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിരിയാൻ പറഞ്ഞാൽ ചെരിയും, ചെരിഞ്ഞിട്ട് അങ്ങനെ ഇവന്റെ അടുത്ത് പറയാം ഒറ്റ പോകണം. ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ, പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ബാലവാടിക്ക് കൊണ്ടേക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. നേരെ ഒറ്റ ഓട്ടം പുതും പറഞ്ഞിട്ട് ആ ചളിയിൽ അങ്ങോട്ട് പോയിട്ട് അമ്മ ഇന്നലെ അമ്മ ഞാന് നോക്ക് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഇതിങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരുന്നു അവൻ. ചിരിക്കി നോക്കിയൊക്കെട്ടാ. ഓ ഇന്നലെ രാജമാമ വന്നിട്ടുണ്ട്, ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അമ്മേ കുഞ്ഞിക്കൈയും കൊണ്ട് തന്നപ്പോ നല്ല മധുരം ഉണ്ട് കേട്ടാ, നന്നായിട്ടുണ്ട്. മുഖത്ത് എടി അവൻ്റെ തരുന്നല്ലേ അമ്മോ, അതാ നിനക്ക് കൊണ്ടുവന്നേരാന്. നോക്ക് കൊടുക്ക് ചേച്ചിക്ക്. കണ്ടോ കണ്ടോ നോക്കട്, എടി വാങ്ങടി അമ്മു. കണ്ടോ അത് സാരല്ല, അടിച്ച പോലോ. അപ്പോൾ നമ്മൾ തുടങ്ങണത് സുകന്യയ്ക്കും അനിയനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇത് മാത്രമേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്താ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു പൈസ അത് മുതൽ മുടക്കോ അല്ല. നമ്മുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, പക്ഷെ അല്ല എന്ന് പറയില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾ ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യനെ മുമ്പിൽ നിർത്തി ഡ്രസ് ചെയ്യാന്നുള്ള കമന്റ് ഉണ്ടോ? ഒരിക്കലല്ല. അങ്ങനെ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യണോ? സുകന്യയുടെ പേര് പറഞ്ഞിട്ട് വേണോ നമുക്ക് ചെയ്യണമെങ്കിൽ? നമ്മുടെ പേര് പറഞ്ഞാൽ എന്താ പറ്റില്ലേ? അപ്പൊ ഇതിലില്ലേ അമ്മൂട്ടി, അതല്ല അല്ല മക്കൾക്ക് ഇടക്കല്ലേ ഈ കമന്റുകൾ കാണുമ്പോൾ സങ്കടം വരാൻ തുടങ്ങിട്ടോ. എൻ്റെ അമ്മയൊക്കെ പറയാൻ തുടങ്ങി എൻ്റെ അടുത്ത്. എൻ്റെ അമ്മ പറയാൻ തുടങ്ങി, അമ്മ ഇത്രയൊക്കെ നല്ലത് നമ്മൾ പുകഴ്ത്തലോ. എൻ്റെ മക്കൾ പറയാറുണ്ട്, എൻ്റെ കിച്ചു അടക്കം പറയാം, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് ഈ വീഡിയോ വന്നിട്ട് വീഡിയോയിൽ യൂട്യൂബ് കാരണം ഇങ്ങനെ വിഷമം തോന്നില്ലായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ വിഷമം തോന്നിയിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യണത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെയൊക്കെ കൂലി ദൈവമാണല്ലോ കണക്ക് കൂട്ടുന്നത്. നമ്മൾ എന്ത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അത്ര മാത്രമേ ഞാനത് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്താ ഞാൻ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാലോ, എനിക്ക് പറ്റണതിൽ കൂടുതൽ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ചെയ്യണമുണ്ട്. എനിക്കത് മാത്രമേ അറിയുള്ളൂ. ഇനി ഇതിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, അമിതമായിട്ടല്ല, ഒരളവില്. നമ്മൾ ആ ഒരു പ്രതീക്ഷ തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ടോ, അതിൽ ആ കണക്കിൽ നമ്മൾ തെറ്റല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി നമുക്ക് ഒറ്റയ്ക്ക് വെക്കാനായില്ലേ, നീ ഇങ്ങനെ ഇത്രയും ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാണുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല പ്രസിയെ. എന്താ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അവള് ചീത്ത പറഞ്ഞിട്ട് എന്നാളും കൂടി പറഞ്ഞില്ലേ അല്ലേ. ഞാൻ വിചാരിച്ചു നീ പുതിയ വീടൊക്കെ ഇപ്പൊ നിന്റെ സ്വന്തം കാര്യം നോക്കി നീ ജീവിക്കും വിചാരിച്ചു. നീ പിന്നെ അവിടെ തന്നെ പോയി പണിയെടുക്കാൻ പോവുകയാണോ വെച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ. അവളൊക്കെ ഇതാ മിഞ്ഞാന്നും കൂടി എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം നീ നിന്റെ കാര്യം നോക്കില്ല, നീ നിനക്കായിട്ട് സമയം കണ്ടെത്തണില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മളെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ
മൈദാണ്. ചക്ക പറയുമ്പോ ചുക്ക് പറയും. നമ്മളെന്താന്നുള്ളത് നമ്മള് അത്രയും അറിയണവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ഒരിക്കലും നമ്മളില്ലേ അറിയില്ല. പിന്നെ ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിൽ നോക്കിയേക്കാ അറിയാതെ പറയുന്നവരാണ് ഒരുപാട് പേരുണ്ടാവുക. അറിഞ്ഞ് മനസ്സിലാക്കി പറയുന്ന അപൂർവം പേരേയുള്ളൂ. ഇത്രയും 4 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനതാ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവണില്ലല്ലോ, നമ്മൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വർത്താനം പറയുന്നത് എന്ത് വരുന്നത് എന്താണെന്നറിയോ? ദാ സുകന്യ ഇങ്ങനെ നിൽക്കും. ഇന്നെന്നിപ്പോ അപ്പൊ ഇന്ന് അമ്മ എന്തെങ്കിലും വർത്താനം കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങളിട്ട് പറയൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കടയിൽ പോയി കഴിഞ്ഞ വെച്ചാൽ ഇപ്പൊ അനിയേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. മറ്റേത് അനിയേട്ടൻ വിടില്ല. ഞാൻ കടയിൽ പോയി എന്താ ഞാൻ പോയിട്ട് കടയിൽ പോയി കഴിഞ്ഞ വെച്ചാൽ ഞാൻ ആ സ്റ്റാഫിനോട് പോയിട്ട് പറയും, ചേച്ചി എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ചേച്ചി എനിക്ക്. ലാസ്റ്റ് അനിയേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അല്ല അമ്മു, ഇപ്പോഴാണ് അമ്മു അതേപോലെയാണ്, അച്ചു അതേപോലെയാണ്, കിച്ചു അതേപോലെയാണ്. മാറ്റങ്ങൾ വരുന്നത്. സുകന്യാന്ന് വെച്ചാൽ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും എന്റെ ബേക്കിൽ. ഞാനിവരെ ഉന്തണം. കാര്യങ്ങള് ഉന്തി തള്ളി വിട്ടാലാണ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർത്താനം പറയേണ്ടി വരികയാണ് കേട്ടോ. അല്ലാതെ എനിക്ക് നിങ്ങൾ ആരെയും സത്യസന്ധമായി പറയാത്ത, നിങ്ങൾ ആരെയും വെറുക്കണമെന്നോ എന്നെ വെറുക്കണമെന്നോ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവുമോ നമ്മളെ വെറുത്ത രീതിയിൽ സംസാരം കമന്റ് ഇടണം എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് കാരണം എന്താ നമുക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. നല്ലത് ചെയ്താലും എന്താണ് ഭഗവാനെ എന്നെ തിരിഞ്ഞ് വരുന്നത്, ഗുരുവായൂരപ്പനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വരുന്നു. ഗുരുവായൂരപ്പൻ കാരണം ഗുരുവായൂരപ്പനത്തിൽ ഒരു പങ്കുമില്ല. അല്ല എന്താ ഇങ്ങനെ പറയാ, പഴി മൂപ്പരാളെ എത്ര വഴി കേട്ടക്കണൂല്ലേ, പിന്നെ നമ്മൾ വഴിയേക്കാതിരിക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ. അപ്പോൾ എന്താ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ മനസ്സുള്ളവരും നല്ല മനസ്സുള്ളവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങളുടെ പേരിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാണ്, കാരണം അവർക്ക് അതാണ് ഇഷ്ടം. ആ പേരിനോട് അവരൊരു ഇഷ്ടക്കേട് അവര് പറഞ്ഞിരുന്നെങ്കിൽ, പറയില്ല എന്നൊക്കെയറിയാം, പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പോ ആ താങ്ക്സ് കാർഡിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധനം സെയിൽ ചെയ്യാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത് നമ്മുടെ നന്ദി ഓർമ്മയും നേരിട്ട് അറിയിക്കാൻ നമ്മൾ അതിൽ വെക്കണമെന്ന്. പിന്നെ ഒരു സന്തോഷം പറയാണ്ട് കേട്ടോ, എന്റെ സന്തോഷാണ്. നമ്മുടെ ഫസ്റ്റ് ഇതിപ്പോ ഞാൻ സുകന്യയുടെ അടുത്തോ അനിയന്റെ അടുത്തോ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ആരാണോ വാങ്ങണത്, ഇനിയിപ്പോ നമ്മുടെ ഇവിടെ അടുത്തുള്ളവരാവട്ടെ, ഇനിയിപ്പോ കൂട്ടുകാരാവട്ടെ, ആര് വാങ്ങിച്ചാലും എന്റെ വക എന്തെങ്കിലും ചെറിയൊരു സമ്മാനം, അതെന്താണെന്നൊന്നും ഞാൻ പറയില്ല. അതും ഞാൻ പറയില്ല, എന്താണെന്ന് ഞാൻ പറയില്ല. കാരണം എന്തെങ്കിലും എന്റെ വക ഒരു സമ്മാനം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓർഡറിന് ആദ്യം ആരാണോ എനിക്ക് ഓർഡർ തരുന്നത് അവർക്ക് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടാവും. അത് എന്താന്നുള്ളത് അപ്പോഴേ നമ്മൾ തീരുമാനിക്കുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മൾ തീരുമാനിക്കും. പിന്നെ ഞാൻ അതേപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, അത് ഞാൻ പിന്നെ പറയാം അല്ലേ. പെട്ടെന്ന് പറയാൻ പറ്റില്ല, അത് നമ്മൾ പിന്നെ പറയും. ഫസ്റ്റ് ആരാണോ വാങ്ങുന്നത് അവർക്ക് എന്തെങ്കിലും ചെറുതാണെങ്കിലും കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു സമ്മാനം. വലുതൊന്നും എനിക്ക് തരാനുള്ളത് ഇല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചെറുത് എന്താ വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ സുകന്യയുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ സുകന്യ പറയും, ഞാൻ പറയുമ്പോൾ തെറ്റി പോവാണ് ഇടത്തിയമ്മ, അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് വരികയാണ്. കാരണം പേടിച്ചിട്ടാണ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ. സുകന്യ ഒരിടയ്ക്ക് സുകന്യനെ ഇരുന്നു കുറ്റത്തോട് ഇപ്പൊ സുകന്യയുടെ അടുത്ത് നിന്ന് മാറിയിട്ട് പ്രസീതയുടെ അടുത്തേക്കായി. അതിങ്ങനെ പറഞ്ഞു കുറ്റപ്പെടുത്തൽ ഒരുപാട് കേൾക്കുമ്പോൾ മടി വരികയാണേ, അല്ലാതെ വേറൊന്നുമില്ല. ശരിയാവും സുകന്യ, നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാം ചെയ്യണത്. നന്നായി വരട്ടെ, നമ്മളത് മാത്രമേ പറയുള്ളൂ. പിന്നെ നാളെ കാണിക്കാട്ടോ. നാളെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നാളെ കാണാം.